ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാണ്ട് വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. ഒരു ഔഷധ ഗുണമുള്ള ഒരു കഞ്ഞിയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നാടൻ കുത്തരി കിട്ടിയിട്ടുണ്ട്. നാടൻ കുത്തരി എന്ന് പറഞ്ഞാൽ പച്ചനെല്ലിൻ്റെ കുത്തരിയാണിത്. ഇവരെ നല്ല ജീരകഞ്ഞി എന്നാണ് പറയുന്നത്. പള്ളികളിലൊക്കെ നോയമ്പ് കാലത്ത് ജീരകഞ്ഞി വെക്കും. നല്ല ഔഷധ ഗുണമുള്ള കഞ്ഞിയാണിത്. ഇത് എല്ലാവർക്കും വെക്കാവുന്ന ഒരു സാധനമാണ്. നോയമ്പ് കാലത്ത് എല്ലാവരും വെക്കുന്ന സാധനം കഞ്ഞിയാണ് ഇത്. ജീരകഞ്ഞി ഇത് നമുക്ക് പച്ചനെല്ലിൻ്റെ അരിയാണ്. ഇവനെ നമുക്ക് കഴുകിക്കൊണ്ട് വരാം കഞ്ഞി വെക്കാനായിട്ട്. അതിപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആക്ച്വലി ബെല്ലും അടിക്കണേ. നമ്മൾ 3/4 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് കഴുകാനായിട്ട് വെള്ളം ഒഴിക്കാം. നല്ലപോലെ 3-4 പ്രാവശ്യം കഴുകണം. എന്ന് വെച്ചാൽ ഉമ്മിയൊക്കെ പോകണം. പച്ചനെല്ലിൻ്റെ അരിയാണ്. ഇതാണ് പായസം വെക്കാനായിട്ടും കഞ്ഞി വെക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന അരി. നമ്മൾ 3-4 പ്രാവശ്യം ഇത് കഴുകി കഴിഞ്ഞാണ് ഇതിന് വെള്ളം ഊറ്റിക്കളഞ്ഞേക്കാം. അരി വേവിക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. വെള്ളം തിളച്ചിട്ടുണ്ട്. ഈ അരി കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ല പച്ചനെല്ലിൻ്റെ അരിയാണ്, വീട്ടിലെ അരിയാണ്. കഞ്ഞി തിളച്ചോണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടി ഐറ്റംസ് എന്താ വെച്ചാൽ വെളുത്തുള്ളിയെ, ഉപ്പ്, ഉലുവായെ, ആശാളിയെ, ജീരകം, ചുക്കുപൊടി, തേങ്ങ, ഇത്രയും ഐറ്റമാണ് നമുക്ക് വേണ്ടിയത്. ഈ അരി വേകുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഉലുവായും കൂടെ ഇട്ട് കൊടുത്തേക്കാം. ഈ ആശാളിയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തേക്കാം. ഇത് നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം. വേഗട്ടെ എല്ലാം കൂടെ കിടക്കും. അപ്പം കഞ്ഞിയൊക്കെ നല്ല തിളച്ചിട്ടുണ്ട്. അതിന് മെയിനായിട്ട് വേണ്ടി ചെറിയ ജീരകമാണ്. ഇത് നമുക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ വേഗട്ടെ. ആശാളിയുടെ, ഉലുവയുടെയും ജീരകത്തിൻ്റെയൊക്കെ നല്ല മണം അടിക്കുന്നുണ്ട്. അപ്പോൾ അരയ്ക്കാനായിട്ട് നമുക്കൊരു തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇച്ചിരി ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകമാണ് ഇതിന് ആവശ്യമുള്ളത് കൂടുതൽ. ഇതിനെ നമുക്ക് അരച്ചോണ്ട് വരാം. കഞ്ഞി നല്ല വെന്ത് വരുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ചുക്കുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം. കട്ടയാണ്. അപ്പം ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ അമ്പപ്പൂ സൂപ്പർ മണമാണ് അടിക്കുന്നത്. റംസാൻ മാസമൊക്കെ വരുവാണ്. നോമ്പൊക്കെ ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞ് അപ്പോൾ ഈ കഞ്ഞി കുടിക്കുമ്പോഴത്തേന് ക്ഷീണങ്ങളൊക്കെ മാറും. എന്നുവെച്ചാൽ ഉലുവായും ആശാളിയും ജീരകവും എല്ലാം കൂടി ഇട്ടുള്ള കഞ്ഞിയാണിത്. ഔഷധമുള്ള കഞ്ഞിയാണിത്. അപ്പം ഇതിന് മുമ്പായിട്ടൊന്ന് ഞങ്ങളൊന്ന് വെച്ച് എല്ലാവരെയും നിങ്ങളെ കാണിക്കുകയാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കണം. അപ്പം നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റൊരു ബെല്ലൂടെ അടിച്ചേക്കണേ. കഞ്ഞിയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ താത്ത് വെക്കാം. സൂപ്പർ മണം. എൻ്റെ അമ്പപ്പോ നല്ല വെന്ത് കുറുകിയിട്ടുണ്ട്. നമുക്ക് ഇവനെ താത്ത് വെച്ചേക്കാം. കഞ്ഞി ഒന്ന് താളിക്കണം. താളിക്കാനായിട്ട് നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായി. അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നല്ല വഴന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ കഞ്ഞിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇവനെ നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എൻ്റെ അമ്പമ്പോ നെയ്യ് താളിച്ചപ്പോൾ എല്ലാം മണമടാ, സൂപ്പർ മണം. കഞ്ഞി കുടിക്കാൻ കൊതിയാവുന്നു. ഇവനെ നമുക്ക് പാത്രത്തിലോട്ട് ഒന്ന് ഒഴിച്ചു. ചുക്കിൻ്റെ എല്ലാം സൂപ്പർ മണം. ഈ ചെറിയ ചൂടുണ്ട്, എനിക്ക് കൊതിയാകുന്നു. ഒന്ന് കുടിച്ചു നോക്കാം. എൻ്റെ അമ്പമ്പോ അടിച്ചു പൊളിച്ചു, സൂപ്പർ ഐറ്റം. നമുക്ക് ഇച്ചിരി അച്ചാറും കൂടെ. പഴയ കാലത്ത് ഞങ്ങളെ ഈ പള്ളിയിൽ പോകുമ്പോൾ കഞ്ഞി കുടിക്കാൻ തന്നെ അച്ചാർ കിട്ടുമായിരുന്നു 50 പൈസ കൊടുത്ത്. അതുപോലെ ഇച്ചിരി അച്ചാറും കൂടെ ഒഴിച്ചൊന്ന് നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. പഴയ കാലത്തെ ഓർമ്മ വന്നു. ഇത് ചിരുമമ്പുളി അച്ചാറാണ്. എൻ്റെ അമ്പമ്പോ അടിച്ചു പൊളിച്ചു. എന്നാ സൂപ്പർ സാധനമായത്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആവശ്യം ഒരു ബെല്ലും അടിക്കണം. പിന്നെ നിങ്ങളോട് പ്രത്യേകം പറയാനുണ്ട്, ഔഷധമുള്ള സാധനമാണ് കഞ്ഞി. അതുപോലെ ചെറിയ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം നോയമ്പ് സമയത്ത് കഞ്ഞി കുടിച്ചാൽ, ഈ കഞ്ഞി കുടിച്ചാലേ ക്ഷീണം മാറത്തുള്ളൂ. പള്ളിയിൽ പോയാൽ വയറ് നിറച്ച് കഞ്ഞി കുടിക്കും ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കഞ്ഞി ഇത് ഉണ്ടാക്കണം. ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ വീഡിയോ കണ്ടാൽ മതി. എല്ലാവർക്കും അറിയാൻ വയ്യാത്തവർ വീഡിയോ കാണുക. നിങ്ങൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. നമുക്ക് ടാറ്റ, ബൈ ബൈ. ടാറ്റ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.